വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് പുറത്ത് വന്നിട്ടുള്ള ഇപ്പോൾ റീസെന്റ് പുറത്ത് വന്ന സാധനമാണ്. ഇതാ ഒന്ന് കാണിച്ചു തരാം. ചേട്ടാ ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഇങ്ങനെ അടിയുണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല. അടുത്ത നീക്കം വേണം നോക്കാൻ. ഒരു 7 മണിക്ക് മുന്നെങ്കിലും ചേട്ടാ എന്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റൂ ഇല്ലേന്ന്. ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുവാണ്, അതായത് അപ്പോയിന്റ്മെന്റിന് അവർ പൊക്കോണ്ടിരിക്കുവാണ്. ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ്, ഇന്ന് COS കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നീരജ അമ്മൂസിന്റെ പുതിയ വീഡിയോ ഇന്നലെ 5 മണിക്കൂർ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ 5 മണിക്കൂർ മുമ്പേ വന്നിരുന്നു. പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി കണ്ടില്ല. പക്ഷേ നമ്മുടെ വളരെയധികം അടുത്തൊരു സുഹൃത്തായിട്ടുള്ള നമ്മുടെ ഹെലനോസ് പാട്ട പുള്ളിക്കാരത്തി അതിനകത്ത് എന്നെ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു അടുത്തൊരു സംഭവം നാളെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് കാണുന്ന നീരജ അമ്മൂസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പണി. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ബാക്കി തുടരാൻ നമുക്ക് കാണാം. ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ വാക്ക് അത് വ്യവസ്ഥാപിതമായിട്ടും ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് പോവേണ്ട സാഹചര്യം വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുമ്പോഴും ചില കാര്യങ്ങളും കൂടെ നീരജ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. നീരജയുടെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ട് കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. എന്താണ് പുള്ളിക്കാരത്തി ഇന്നത്തെ വീഡിയോ? പിന്നെ ഒരു കാര്യം തുടക്കത്തിൽ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം ഓൺലി, ഇതെന്തേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല? ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. എനിവേ നമുക്ക് വീഡിയോ കിടക്കാം. 1.5 കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ അമ്മൂസാണ്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ടാണ്. നീരജ അമ്മൂസ് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെല്ലുവിളിയുടെ കാരണങ്ങൾ പറയാം. അതായത് ഇവർ പരിചയപ്പെടുത്തി കൊടുത്തൊരു കമ്പനിയിലൂടെ കുറേ ആൾക്കാരുടെ പൈസ പോയി. എന്നിട്ട് ഈ ഒരു കാര്യം അവർ നഷ്ടപ്പെട്ട പൈസയുടെ ആൾക്കാർ ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ള കാര്യങ്ങളോട് ഒക്കെ അത് ലീഗലായിട്ടൊക്കെ പോകുന്നെന്ന് അറിയുന്നു. എന്തായാലും ആയിക്കൊണ്ട് പോട്ടെ. അങ്ങനെ ആ ഗതികെട്ട ആൾക്കാർ ഇവരെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് പുള്ളിക്കാരത്തിൻ്റെ ഓപ്പൺ വെല്ലുവിളി അവരോടാണ്. ഓക്കെ, പിന്നെ സമൂഹത്തിനോട് 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിന് നമുക്ക് പുള്ളിക്കാരത്തി പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ആരെങ്കിലും ഒരു തെളിവുകൾ കൊണ്ടുവരുവാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ 300-ലധികം ഫോളോവേഴ്സ്, ഈ 300K ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആനക്കാര്യം എന്നൊക്കെ നിങ്ങളാരും വിചാരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഞാൻ 100K ഫോളോവേഴ്സിലേക്ക് എത്തിയത് വെറും 1.5 മാസം 2 മാസം കൊണ്ടാണ്. അത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കണ്ടന്റ് മര്യാദയ്ക്ക് ഇട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാലൊക്കെ ഇത് കയറുന്നത് വലിയ ആനക്കാര്യമായിട്ടൊക്കെ ഇവർ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇതൊന്നും വലിയ ആനക്കാര്യമാണോ? 300K ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കാനൊന്നും വലിയ പാടുള്ള കാര്യമേ അല്ല. ഇനി പുള്ളിക്കാരത്തി ഈ പറഞ്ഞ സംഭവം ഒന്നുകൂടെ നമ്മൾ കേട്ടു നോക്കണേ. വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് പുറത്ത് വന്നിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി പുറത്ത് വന്ന സാധനമാണ്. ഇതാ ഒന്ന് കാണിച്ചു തരാം. ഇനി നീരജ അമ്മൂസ് ഇത് കാണുവാണെങ്കിൽ ഇത് വെറുതെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, AI ജനറേറ്റഡ് ആണ്, ഇത് കള്ളമാണെങ്കിൽ ഈ ഒരു കള്ളവും നിങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് പറയണം കേട്ടോ. കാരണം ശരി, ഇതിനകത്ത് ഹായ് വിസ ഡീറ്റെയിൽസ് പറയാമോ, പെയ്ഡ് ആണോ, എനിക്ക് 6 months എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഇനി ഒന്നും അറിയാത്ത, ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധർമ്മശാല നടത്തിക്കൊണ്ടിരിക്കുന്ന, ധർമ്മശാല എന്ന് പറയുമ്പോഴേക്കും ഓക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു പെൺകുട്ടി, ആ പെൺകുട്ടി കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഗൈസ്, ശ്രദ്ധിക്കണം. ഇവിടെ 10,000 pounds COS within 3 weeks, proceed time in 1.5 months. ഇത് ആര് പറയേണ്ടതാ? ഇവരോട് ചോദിച്ചത് വിസ ഡീറ്റെയിൽസ് പറയാമോ, പെയ്ഡ് ആണോ, എനിക്ക് 6 months എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനകത്ത് 23 മാർച്ച് 2023 ആരോ ഇവരുടെ ഇൻബോക്സിൻ്റെ അകത്ത് ചോദിച്ചതിന് ഇവർ കൊടുത്തേക്കുന്ന മറുപടിയാണ് 10,000 pound വരും, COSന് 3 വീക്സിൻ്റെ അകത്ത് കിട്ടും, അല്ല COS 3 വീക്സ്, അതിൻ്റെ പ്രൊസീജിയർ ടൈമിന് 1.5 months എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായി അത്
ആ ഒരു കാര്യത്തിന് എന്താണ് ഇവർ പൈസയുടെ കണക്കടക്കം പറയുന്നത് ഇവരാണ്. അഥവാ ഇവർ ഡയറക്റ്റായിട്ട് പൈസ ഫിനാൻഷ്യൽ അഥവാ മണി ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് കുറേ അധികം നമ്മുടെ ഈ UK വർക്ക് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നില്ല. അവിടെ ഈ വർക്കിംഗ് വിസയോ വർക്കിംഗ് അല്ലല്ലോ, എഡ്യൂക്കേഷനോ എന്തോ സംഭവം, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന ആൾക്കാർക്കൊന്നും വേറെ ബിസിനസ് ചെയ്യാനോ, ബിസിനസ് അല്ലല്ലോ മറ്റെന്തെങ്കിലും പരിപാടികൾ ചെയ്യാനുള്ള ഒരു അതുമില്ല. അങ്ങനെ പൈസ ഉണ്ടാക്കാനോ കൊളാബ് ചെയ്യാനോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. മറ്റൊരു വർക്കും ചെയ്യാൻ പാടില്ലെന്നോ, വർക്ക് വിസ എന്തോ സംതിങ്. അതിന് അറിയുന്നവരൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ഇടണം. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. കാരണം ആ രാജ്യത്തുള്ള ആൾക്കാർക്കാണ് കൂടുതൽ അറിയാൻ പറ്റും. എന്തായിരുന്നാലും അവിടെ അണത്തിക്കലായിട്ട് അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിരവധിയായിട്ട് ഈ പുള്ളിക്കാരത്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു പരിപാടി അവർക്ക് ആ ഒരു ജോലിയുടെ സംഭവമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു കാര്യം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ പൈസയുടെ കണക്കും പറഞ്ഞ് COS 3 വീക്സിനകത്ത് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം അവിടുത്തെ നിയമം വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ്. അതിന് മറുപടി എന്താണ്? അപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇതിനകത്ത് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നുള്ള കണക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ബാക്കി അവരുടെ ആ ഒരു വീഡിയോ തന്നെ കാണാം. അതിന് മുമ്പ് ഒരു വോയിസ് ഉണ്ട്, നിങ്ങൾ ആ ഒരു വോയിസും കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കാം. അല്ലെ വോയിസ് പിന്നെ പ്ലേ ചെയ്യാം. നമുക്ക് ആ പുള്ളിക്കാരത്തിൽ ആ ഒരു വീഡിയോ തന്നെ പോകാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. 2, ഇപ്പൊ ലോകം എമ്പാടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണെന്ന് നിങ്ങൾ UK എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ 3 മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരിക്കുന്നത്. ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം. ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന 8 കുട്ടികൾ ഉൾപ്പെടെ 46-ലധികം കുട്ടികൾക്കാണ് UK എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു വലിയൊരു മണ്ടത്തരം ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയൊരു ഇവർ ശരിക്കും ഒരു ഫേക്ക് ആണെന്ന് പറയാൻ കാര്യം പറഞ്ഞുതരാം. ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ 6 സ്റ്റേഷനുകളിൽ 10 FIRകൾ UK എക്സ്പ്രസിനെതിരെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ UK എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി ഈ UK എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലടക്കം ഉണ്ടായിട്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്? എന്തിനാണ് പ്രൊമോട്ട് ചെയ്തത്? ഗോവിന്ദചാമി ഒരു മറ്റേ പരിപാടി ചെയ്യുന്നവരുത്തനാണെന്ന് അറിഞ്ഞ് വെച്ചിട്ട് ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഫാൻ ബോയ് ആണ് അല്ലെങ്കിൽ ഫാൻ ഗേൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജയ് വിളിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ഇല്ലല്ലോ. അയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പെരുമാറും. അപ്പോൾ ഇവിടെ ഒരു വൃത്തികെട്ട ഒരു കമ്പനി, ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കമ്പനി ആണെന്ന് അറിയാതെ താങ്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ റെസ്പോൺസിബിലിറ്റി എവിടെയാണ്? ആൾക്കാരുടെ പൈസ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം കാണിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാർ ടെൻഷൻ ആവുന്നു. വെറും ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് വാട്സാപ്പിൻ്റെ അകത്ത് സ്റ്റോറി മാത്രം ഇട്ടു എന്ന് ഇവർ സ്വയം അവകാശപ്പെടുന്ന ഇവർ ആൾക്കാരെ കറക്റ്റായിട്ട് അതിനകത്ത് കൊണ്ട് ചാടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പണിപ്പെടുന്നുണ്ട്. വോയിസിന്റെ പുറകെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നീരജ കേൾക്കുവാണെങ്കിൽ, നീരജ ഈ പറഞ്ഞൊരു കാര്യം ശരിയാണെങ്കിൽ 4-5 വർഷം മുമ്പ് ഉള്ള യൂട്യൂബ്, ഫേസ്ബുക്ക് വീഡിയോ കാണാതെയാണോ നിങ്ങൾ ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്തത്? അപ്പം നിങ്ങൾ കൊലക്കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊലക്കുറ്റത്തിലേക്ക് അയാളെ സഹായിച്ച ഘടകങ്ങൾ, അതിനുവേണ്ടി പ്രേരിപ്പിച്ച ആൾക്കാർ അതിനെക്കാട്ടി വലിയ തെറ്റുകാരാണെന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾ തന്നെയാണ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ പൈസ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടനിൽ നിന്നതും മീഡിയേറ്റർഷിപ്പിൽ നിന്നുകൊണ്ട് ആ പണം അവരിലേക്ക് എത്തിക്കാൻ, അഥവാ ഈ കള്ള കമ്പനികളിലേക്ക് പൈസ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതും. അങ്ങനെ ആ പൈസയും കൊണ്ട് അവർ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ആരാണ്? താങ്കളല്ലാതെ പിന്നെ ആരാണ്? താങ്കളോടല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? ഇനി പുറകെ ഉണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന ശുദ്ധ മണ്ടത്തരങ്ങളാണ്. ഇവർ ഈ പറഞ്ഞിടത്ത് ഒരു എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ പറയല്ലെങ്കിൽ കുട്ടികളും അവരുടെ ഫാമിലികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ ഒരു പ്രശ്നം നടന്നിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളെ ഞാൻ കണ്ടോ, നേരത്തെ 4-5 വർഷത്തിന് മുമ്പ് ഇതിന്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം നടന്നിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 3 വർഷത്തിന് മുമ്പ് 5 വർഷത്തിന് മുമ്പോളം ഇവർ പറയുന്ന കണക്ക് പ്രകാരം ആ കമ്പനിക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിൽ ആ കമ്പനിയുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഇവരാരാണ്? ചെയ്തിട്ടുണ്ട്, ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ 3 വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു കേസോ FIR ഫയൽ ചെയ്തു. അടുത്ത ചോദ്യം, അല്ല, ഇവർക്കെതിരെ കേസ് വന്നിട്ടില്ല, FIR ഇട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വരും എന്നാണ് ഞാൻ അറിയുന്നത്. അത് വരും. അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ പോയി എന്നാണ്. ഒരു പരിചയമില്ലാതെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന UK എക്സ്പ്രസിലെ മെയിൻ കള്ളന് കൂടുതൽ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളതും കൂടുതൽ കുട്ടികൾക്ക് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള ബ്രസൽ കോൾ എന്ന് പറയുന്ന ഈ തങ്കക്കുളം 3 വർഷങ്ങൾക്ക് മുന്നിലെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് 2 മാസം മുന്നിലെ UK എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അത് ചെയ്തു കൊടുക്കുകയും അത് കാരണം 3 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന ഈ പുള്ളിക്കാരൻ UK എക്സ്പ്രസിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരത്തെ കോൺടാക്ട് ചെയ്തു.
അതിനും 2 വർഷത്തിന് മുമ്പേ തന്നെ ഈ കമ്പനി ആൾക്കാരെ പറ്റിക്കുന്നതാണെന്നും ഇങ്ങനെ വിസ തട്ടിപ്പ് നിരന്തരമായിട്ട് നടന്ന കേസുകളടക്കമുണ്ടെന്നുള്ള കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഈ പുള്ളിക്കാരത്തെ അറിഞ്ഞില്ലെന്നാണോ പറയുന്നത്? അതായത് കൂട്ടുകച്ചവടം നടത്തി എന്നുള്ള കാര്യം ഇപ്പൊ ഇതിനകത്ത് വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്. ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു കാര്യം പ്രൊമോഷൻ ചെയ്യാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ മറക്കാതെ പോകരുത്, അല്ല കാണാതെ പോകരുത്. ഇതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ UK എക്സ്പ്രസിലെ ബ്ലസൻ പോൾ എന്നെ ബന്ധപ്പെടും. ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് എന്ത് ഇതിട്ടില്ല? അതാണ് എൻ്റെ ചോദ്യം. വിസയുടെ പേര് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയത് കോടികളെന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ ഇതെന്താ യൂട്യൂബിൽ ഇട്ടിട്ടില്ല? ഇതിലെ മെയിൻ കള്ളൻ എന്നെ വിശ്വസിച്ച് ബ്ലസൻ പോള് 1.5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അമൽദേവിനാണ്. ഇയാള് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒളിവിലാണ്. UK എവിടെ ഉണ്ടെന്നാണ് ലാസ്റ്റത്തെ അപ്ഡേഷൻ. ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, അതായത് ആ വ്യക്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വീരപ്പൻ നമ്മുടെ മറ്റേ സത്യമംഗലം കാട്ടിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയിക്കണമെങ്കിൽ പോലീസിന്റെ അടുത്ത് പറയുമല്ലോ അറിയിക്കണം. അതുപോലെ ഈ പറഞ്ഞ വ്യക്തി ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തെയാണ് ഇപ്പൊ നിലവിൽ ലണ്ടൻ UK മൊത്തത്തിലുള്ള പോലീസിന്റെ നിയന്ത്രണം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ വഴി പോയി ആൾക്കാർ പറ്റിക്കപ്പെട്ടു, ആ പറ്റിക്കപ്പെട്ടതിന്റെ പേരിൽ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മൂലം നിങ്ങളുടെ സപ്പോർട്ട് കാരണം അവിടെ പൈസ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ? അതോ സോഷ്യൽ മീഡിയക്കകത്തൊന്ന് ഫേസ്ബുക്കിന്റെ അകത്തോ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തോ വന്നിരുന്നുകൊണ്ട് അവർക്കെതിരെ അവരാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണേ, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ വീട്ടിൽ പോയിട്ട് അവൻ അങ്ങനെ ചെയ്ത കൊള്ളില്ലല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്. അല്ല പിന്നെ അവനൊക്കെ പറ്റിക്കുന്നോ? കോടികൾ പറ്റിച്ചിട്ട് പോയിരിക്കുന്നു. കുറ്റസമ്മതമോ കിടന്ന് മെഴുകലോ എനിക്കിനി പറയാനുള്ളത് മെഴുകലല്ല എന്ന് പറഞ്ഞു നന്നായി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഗൈസ്? എന്നെ വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ പച്ചത്തെറി പറയുന്നവർക്കും എന്നെ വെറുക്കുന്നവർ ഞാൻ കാരണം ഇപ്പൊ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള കുറെ ഇൻസ്റ്റാഗ്രാം ഇവർ കാരണം റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾ വല്ല ഏതെങ്കിലും കൊക്കയുടെ മുകളിൽ നിന്നൊക്കെ വന്ന് പോയി ചാടിച്ചാവിടെ എന്തോന്നടേ ഇത്? ഇവരെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നോ? ഇപ്പോൾ ഉണ്ട്. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയും കൂടിയാണ്. എന്നെ ബാധിക്കുന്നത് എന്റെ ഫാമിലിയും കൂടെയാണെന്നാ? അപ്പൊ ഞാൻ ആരാ ഏട്ടാ? ഞാൻ ആരാ? ഈ പുള്ളിക്കാരത്തി ഇട്ട ഇത് കാരണം ആൾക്കാർ കൊണ്ട് പൈസ കൊണ്ടുകൊടുത്ത് ആ കമ്പനി പറ്റിച്ചിട്ട് പോയി. ഇവർ പറയുന്നു ആ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നടുത്ത് പറയുക എന്ന്. എന്നിട്ട് ഇവരുടെ അച്ഛനെയും അമ്മയും എല്ലാം നാട്ടിൽ നിന്ന് ഇവർ നെടുമങ്ങാട് എവിടെയാണ്? ഈ നെടുമങ്ങാട് ഈ സമീപ പ്രദേശമോ നെടുമങ്ങാട് മേഖലയിൽ ഒരു എന്താണ് ഒരു പലചരക്ക് കട എന്തോ ഇടുന്നവരാണ്. ഓക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, കുറേ കാര്യങ്ങൾ പുറത്ത് വരും. അപ്പം അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഇവരുടെ ഫാമിലിയെ മൊത്തത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കുകയാണ്. അവരില്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ പോലും നടക്കത്തില്ല എന്നുള്ള രീതിയാണ് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നിന്ന് മൊത്തം ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നതിലൂടെ മാത്രമാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ വീഡിയോയിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം. ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവർ ഫാമിലി വ്ലോഗാണോ ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരായ രീതി തന്നെ ജീവിക്കുന്നെന്നോ? എന്ന് വെച്ചാൽ എന്താണ് ഈ നേരായ രീതി? ഇതുപോലുള്ള സംഭവം ഇട്ടിട്ട് ആൾക്കാരെ കബളിപ്പിച്ച് അവരെ പൈസ പോയതിന് ശേഷം വന്നിട്ട് അവർ തിരിച്ച് വിളിച്ചു ചോദിക്കും, അവരെ ഷൗട്ട് ചെയ്ത് പിന്നെ അവരെ ഒന്ന് പരിഹസിച്ചിട്ട് എന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ ഇനി ബാക്കി പുറകെ വരുന്നുണ്ട് കേൾക്കാം. പിന്നെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത 8 കുട്ടികളുടെ കാര്യത്തിൽ UK എക്സ്പ്രസിനെയോ അമലിനെയുമായി ബന്ധപ്പെട്ട് ഞാനും അതിനൊരു കാരണമായി തീർന്നിരിക്കുകയാണ്. അതായത് ഇവർ തന്നെയാണ് കയറെടുത്ത് കൊടുത്തത്, മറ്റവർ കെട്ടിത്തൂക്കി കൊന്നു. കയറെടുത്ത് കൊടുത്ത വ്യക്തി മാത്രമാണ് ഇദ്ദേഹം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, കൊലപാതകത്തിൽ കൂട്ടുപ്രതി, കൊലപാതകത്തിന് പ്രേരിപ്പിച്ചവൻ, കൊലപാതകം ചെയ്തവനെക്കാട്ടിലും വലിയ കുറ്റവാളിയാണ്. ആ പറഞ്ഞ ആൾക്കാരെ കറക്റ്റായിട്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത ആളാണിത്. പിന്നെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഓപ്പൺ ആയിരിക്കും. എന്നെ വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുടെയും പ്രതികരണം ദയവ് ചെയ്ത് അറിയിക്കണം. അതിന്റെ കൂടെ തന്നെ വെറുക്കുന്നവർക്കും പച്ചത്തെറിയും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. ഇതിൽ കൂടുതൽ തെളിവും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. ഇതുവരെയും എനിക്കെതിരെ ഒരു കേസ് ഇല്ലാത്ത സ്ഥിതിക്കും ഇനി എന്തെങ്കിലും കേസ് വരുവാണെങ്കിലും അത് പ്രൂവ് ചെയ്യാനും ആ എവിഡൻസ് അവർക്ക് കൊടുക്കുവാനും ഡിഫെൻഡ് ചെയ്യുവാനും ഞാൻ തയ്യാർ. പേടിച്ച് വരണ്ട് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പിന്മാറിയിരിക്കാൻ ഞാൻ ഇനി തയ്യാറല്ല. നാളെ മുതൽ എന്റെ റെഗുലർ വീഡിയോസ് ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം. അല്ല, ഇവരെന്താ റെഗുലർ വീഡിയോസ് ഇടാതിരിക്കുന്നത്? ഇവർക്ക് അതിനൊരു കൂസലും ഇല്ലല്ലോ. താങ്കളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് യൂട്യൂബിന്റെ
അതിനകത്തൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഇവർക്കൊക്കെ കൊണ്ട് ഇവരൊക്കെ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് പൈസ കൊണ്ട് കൊടുത്ത ആൾക്കാർ, ഇനി ഞാൻ ഇത്രയും നേരം ഈ പുള്ളിക്കാരത്തി പറഞ്ഞതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവർ ഇത്രയും പ്രൊമോഷൻസ് അവർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോലും അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നു ഈ കമ്പനിയുടെ ഇതിനകത്ത് അവർ ചെയ്തിട്ട് പോയതാണ്, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന്. അങ്ങനെയാണ് നിങ്ങളോടൊരു ചോദ്യം. ഈ കമ്പനികൾ പറ്റിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല, നിങ്ങൾ ഇപ്പോൾ കൈമലർത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒത്തിരി പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോഷൻസ് ചെയ്യുന്നതിന് ഈ കമ്പനിക്കാർ നിങ്ങൾക്ക് പ്രൊമോഷന് പൈസ തരാതെയാണോ ചെയ്തത്? ഇനി നിങ്ങൾ വളരെയധികം, ഇനി ഒരു വോയിസ് ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പം എന്താണ് ഇവിടെ എവിടെയൊക്കെ വരുന്നുണ്ട്. മക്കളെ, നീ വീട് വയ്ക്കുന്ന സമയത്ത് മക്കളെ വീട്ടിന്റെ ടൈൽസ് ഏത് വേണോന്ന് അച്ഛൻ ചൂസ് ചെയ്യും കേട്ടോ. ഇതാണ്, ഇതെല്ലാം സൂപ്പർ ടൈൽസ് ആണ്. നിങ്ങൾ അറിഞ്ഞോ, August 12 വരെ ഇവിടുന്ന് ടൈൽസ് എടുത്ത എല്ലാത്തിനും 20% അപ്പൊ ഈ 20% ഓഫർ എന്നുള്ള ഈ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പേര് ആർക്ക് ടൈൽസ് എന്നാണ് പറയുന്നത്. ഈ ആർക്ക് ടൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം കുറെ ആൾക്കാർക്ക് സാധനം കൊടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ പ്രൊമോഷൻ കണ്ടിട്ട് അവിടെ നിന്ന് പോയി സാധനങ്ങൾ വാങ്ങി, അഥവാ ഈ ടൈല് വാങ്ങി. അവിടെ ഈ സാധനം കൊണ്ടുപോയി ഇവർ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്, അഥവാ ഇവരുദ്ദേശിച്ച സാധനത്തിന് ക്വാളിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനം ആ കസ്റ്റമേഴ്സ് നിങ്ങളടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളോട് നേരിട്ടുള്ള ചോദ്യം, നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഇത് തന്നെ പറയും. അതായത് എനിക്കതൊന്നും അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷൻ ചെയ്തു, എന്നോടൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറഞ്ഞു, അവസാനം ഈ കമ്പനിയുടെ ആൾ കള്ളനാണ്, അയാൾ മൊത്തം ഉടായ്പാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പിന്നെ എന്നിട്ട് പറയും സോറി ഗൈസ്, എന്നെ കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് സ്റ്റോറി ഇട്ടുകൊണ്ടും വീഡിയോ ഇട്ടുകൊണ്ടും മാത്രം പോയി പാച്ചവരോട് എനിക്ക് സഹതാപവും വിഷമവും ഉണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് ഞാൻ ഉത്തരവാദിയല്ല. ഇതുപോലെ 100 കണക്കിന് ഇവർ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ആ സാധനം, ആ പ്രൊമോഷൻ കണ്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി സാധനം വാങ്ങുക, ഇവർ പറയുന്ന സ്ഥലത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരും പടലം ബാക്കി പൂരിപ്പിച്ചോ. അപ്പം അങ്ങനെയാണ്, അതായത് ഇവർ ആരുടെ വേണോ പ്രൊമോഷൻ എടുക്കും, അതിനകത്ത് ആൾക്കാർ കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം വന്നിരുന്നുകൊണ്ട് ഇവർ ഇങ്ങനെ നടന്ന് മെഴുകും. ആ മെഴുകിയതിന് ശേഷം പഠിക്കാതെ വീണ്ടും അവർ പറഞ്ഞിട്ടൊന്ന് ഞാൻ പറയും, ഞാനിനി മിണ്ടാതിരിക്കാനും തയ്യാറൊന്നുമില്ല, ഞാൻ നാളെ മുതൽ ഡേ ടു ഡെയിലി വീഡിയോസൊക്കെ ഞാൻ ചെയ്യും, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി കല്ലെറിയാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ കല്ലെറിയൂ, ഞാൻ കല്ലെറിക്കൊള്ളാൻ താല്പര്യപ്പെട്ടിരുന്നു, അല്ലെ എറിഞ്ഞോളൂ എന്ന് പറയുന്നു. എന്തോ ആടേ ഇത്, എങ്ങനെ പറ്റുന്നു? കുട്ടി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ എന്താണ്, സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവർക്ക് അവിടെ ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അവിടെ പോയിട്ട് ഇത്ര മണിക്കൂർ എന്തോ ജോലി മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു സംഭവം ജോലി മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ കൊള്ളാബോ പരിപാടിയിലൂടെ വേറെ പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ അവിടെ നിയമപരമായി ലംഘനമായിട്ടുള്ള കാര്യമായിരിക്കെ നിങ്ങൾ ആ കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ, ഇനി എൻ്റെ ആ വോയിസും കൂടെ അങ്ങോട്ട് പ്ലേ ചെയ്താൽ കളി അങ്ങ് തീരും. നമ്മുടെ ഭാഗത്തുള്ള സംഭവം ഇത് ഇനിയുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പേരുടെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വരും കേട്ടോ. ചേട്ടാ, ഇന്ന് വൈകിട്ട് അവർ സിഒസിന്റെ ഇതെടുത്തരാന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റവും വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്, കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ. ഇല്ല ചേട്ടാ, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടും, എപ്പോൾ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്. അപ്പോൾ ചേട്ടന് എപ്പോൾ കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? അപ്പൊ എപ്പോഴാണെങ്കിലും നിങ്ങൾ പോകാൻ റെഡി ആണെന്നല്ലേ വിചാരിച്ച് നിൽക്കുന്നേ? ഇതിപ്പോ 8 to 9 മണിയാണ് അവർ ടൈം പറഞ്ഞേക്കുന്നത്. ചേട്ടാ, ഇനി മാറ്റാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എഴുതി കഴിഞ്ഞു. ഇല്ല ചേട്ടാ, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇനി അവർക്ക് സിഒസ് ഇങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർ പറഞ്ഞു സിഒസ് വേണ്ട, അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട, നിങ്ങൾ സിഒസ് നിങ്ങൾ മേടിച്ച് നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് നാളെ ഫുൾ എമൗണ്ടും കിട്ടി, സിഒസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ഇനി ഇതിനെന്തോ പറയണം. ചേട്ടാ, ഇന്ന് വൈകിട്ട് അവർ സിഒസിന്റെ ഇതെടുത്തരാന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റവും വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്, കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ. ചേട്ടാ, ഇനി ഇപ്പൊ വീണ്ടും നമ്മൾ ഇങ്ങനെ അടിയുണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല. അടുത്ത നീക്കം വേണം നോക്കാൻ. ഒരു 7 മണിക്ക് മുന്നെങ്കിലും ചേട്ടൻ എന്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റൂ ഇല്ലേന്ന്. ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുവാണ്, അതായത് അപ്പോയിന്റ്മെന്റിന് അവർ പൊക്കോണ്ടിരിക്കുവാണ്. ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ്, ഇന്ന് സിഒസ് കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്തൊരു സീനിൽ ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കോളാം. ചേട്ടാ, ഇതാണ് സംഭവം. വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക, അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഉടനെ അവരെ അറിയിക്കും. ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക, സിഒസ് വെരിഫൈ ചെയ്യുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക.
അല്ലെങ്കിൽ ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ ആവാണ്ടിരിക്കാൻ ഒരു ചേട്ടൻ വിളിച്ചപ്പോഴും അതിന് മുന്നിലത്തെ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ചു തന്നെയാണ്. ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും, ഇന്ന് നമ്മൾ COS മേടിക്കും, ഇന്ന് ഇത് കൺഫേം ആവും. നിങ്ങൾ അവരുടെ ആ ഒരു ശുഷ്കാന്തി കണ്ടല്ലോ അല്ലേ? അതായത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഇവിടെ കിടന്ന് ആ പൈസ പെട്ടെന്ന് കൊണ്ട് കൊടുക്കൂ, പൈസ കൊണ്ട് കൊടുക്കൂ, നിങ്ങൾ എന്തിനാ ലാഗടിക്കുന്നത്, നിങ്ങൾ എന്തിനാ താമസിക്കുന്നത്, അവർ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള എന്താ പറയുക ഓഫർ ലെറ്റർ കൊടുത്തു. അത് മുഞ്ചിപ്പോയി. അതിനുശേഷം വീണ്ടും ഓരോന്ന് ചെയ്തു. അവസാനം ആൾക്കാർ വീണ്ടും ചെന്ന് പറ്റിക്കപ്പെട്ടു. അവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പുച്ഛമെന്നോ എന്താ പറയുക, എനിവേ പുച്ഛമെന്ന് പറയാൻ നിങ്ങൾക്ക് വേദനിക്കും. അതുകൊണ്ട് ഞാൻ വേദനിപ്പിക്കത്തില്ല. ഈ കുട്ടിയോടും എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളോട് എനിക്ക് സഹതാപമാണ് കുട്ടി, സഹതാപമാണ്. എത്രയാണ് പ്രായമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും എൻ്റെ പ്രായത്തിന് എത്ര വരത്തില്ല, സഹതാപമാണ്. കുറേ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ വായിച്ചതിൻ്റെ അകത്തുള്ള ചില കഥാപാത്രങ്ങളെ കാണുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ എഴുതാൻ ഈ കഥാകൃത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഇതുപോലുള്ള ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. കൂടുതലും ഭാവനയ്ക്കപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ പോയിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പറ്റിപ്പോയി ഗൈസ്. ഓക്കെ, ഒരു ക്ഷമ, തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ ആ തെറ്റിലൂടെ, നിങ്ങൾ കാണിച്ച തെറ്റിലൂടെ സഞ്ചരിച്ച ആ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇനി നിങ്ങളെ അനാവശ്യമായിട്ട് ഇവരെല്ലാം ചുമ്മാ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്കെതിരെ ഡിഫാമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടോ? അതായത് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പൈസ അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് കൊണ്ടുപോയി വേഗം പോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് നിങ്ങൾ പൈസ കിട്ടാതെ ചാരിറ്റി പരിപാടിയാണോ കാണിച്ചത്? നിങ്ങൾ ചെയ്യുന്ന കൊളാബിൻ്റെ അകത്ത് നിങ്ങൾ പൈസ വാങ്ങാതെയാണോ കൊളാബ് ചെയ്യുന്നത്? ഒന്ന് പറയാമോ? നിങ്ങൾ ചെയ്യുന്ന കൊളാബിന് നിങ്ങൾ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കെയർ ഹോമിലോ എന്തോ കിട്ടുന്ന പൈസ പോരാ, അത് വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കൊളാബൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം ഇല്ലീഗലല്ലേ ആ നാട്ടിൽ? അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഉള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് സുന്ദരവും സുരഭിലവുമായിട്ടുള്ള കാഴ്ചശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കുറച്ച് കാലം കൂടെ കഴിയുമ്പം പല്ല് കൊഴിയും, കണ്ണിൽ തിമിരം വരും, മുടികൾ നരയ്ക്കും, സൗന്ദര്യം വലിഞ്ഞ് മുറുകി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ചുളിവും പാടുകളായിട്ടൊക്കെ മാറും. നേരെ നിന്ന് നമ്മൾ കുനിയും, അഥവാ കൂനി നടക്കേണ്ടി വരും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ കിടക്കും. പിന്നെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ, തലച്ചോറിനകത്തുണ്ടെങ്കിൽ പുറകിലേക്ക് പോകും. ആ പുറകിലേക്ക് പോകുന്ന ചിന്തയ്ക്കകത്ത് ചെയ്തു കൂട്ടിയതിനെല്ലാത്തിനും മരണത്തിന് മുമ്പ് കിടന്ന് ചിന്തിക്കാതിരിക്കാൻ അവസരം ഉണ്ടാകട്ടെ. ഞാൻ ഈ കുട്ടിയുടെ കാര്യമില്ല പറയുന്നത്, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കേട്ടോ. അങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോടികളുണ്ടെങ്കിലും ചുറ്റും വളരെ വലിയ സ്വർണ്ണ പാത്രത്തിൽ വെച്ച് ആഹാരം കഴിച്ചിരുന്നാലും റിഗ്രറ്റ് അടിക്കേണ്ട ഒരു സാഹചര്യം വന്നാണ്ടല്ലോ, റിഗ്രറ്റ് അടിക്കുന്ന സാഹചര്യം വന്നാൽ ഖലാസ്, ഈ ഭൂമിയിലെ ജീവിതം തന്നെ വേസ്റ്റ് ആക്കുന്നത് ചില മണിക്കൂറുകളുടെ ചിന്ത മാത്രം മതി. ഓരോ മനുഷ്യന്മാരും വളരെ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഉള്ളതും ഉറ്റതും ഉടയതും ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് തന്ന പൈസ, ആ സാധനത്തിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സാധനങ്ങൾ എടുത്ത് അവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയേക്കാം. വേറൊരിടത്തൊന്നുമല്ല, കണ്ണാടിയുടെ മുമ്പേ പോയി നോക്കിയാൽ മതി, നമ്മൾ തന്നെയാണ് നമ്മുടെ മനസാക്ഷി. അവിടെ നിന്ന് മാപ്പ് കിട്ടത്തില്ല. നമുക്ക് മാപ്പ് തരാത്ത ഒരേ ഒരാൾ നമ്മൾ മാത്രമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മളെ ആ ഒരു തെറ്റ് ഉള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു സാധനത്തിന് പിന്നെ വലിയ പാടാ. നല്ലത് വരട്ടെ. പിന്നെ ഈ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, കുട്ടിക്കും നല്ലത് വരട്ടെ. നേരത്തെ പറഞ്ഞത് മൊത്തം ഈ ഔട്ടർ സ്പേസിൽ ഇതുപോലെ ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞു. രണ്ടാമത് ഈ കുട്ടിയോടും പറഞ്ഞാണ്, നല്ലതാണ് കേട്ടോ, നല്ലതാണ്, നല്ലത് വരട്ടെ, അവിടെ നല്ലത് തന്നെ വരട്ടെ, നല്ലത് വരും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്.